ഈ BJPയും സംഘപരിവാറും എല്ലാ ബഹുസ്വര സ്വഭാവങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരൊറ്റ ഒരു ഏകമാനതയ്ക്ക് വേണ്ടി അവർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വൺ ഡയമെൻഷണൽ തോട്ടാണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതല്ല. ഇന്ത്യക്ക് ആവശ്യം എന്നത് ഒരു ബഹുസ്വരതയാണെന്നുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് വേഴ്സസ് സംഘപരിവാറാണ് യഥാർത്ഥത്തിൽ നടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന്റെ ഫേസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അദ്ദേഹമാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി ചെറുക്കുന്ന രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം ഒരു വിജയിച്ച രാഷ്ട്രീയക്കാരനാണ്. തിരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം നമുക്കൊരു ഒരാളിന്റെ രാഷ്ട്രീയ മൂല്യത്തെ നമുക്ക് അളക്കാൻ സാധ്യമാവുകയില്ല. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ തലമുറകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്ന നേതാവാണ്. ഇന്ത്യയുടെ ഇലക്ട്രൽ ഹിസ്റ്ററിയിൽ എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം? തീർച്ചയായിട്ടും BR അംബേദ്കർ ഈ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമാണ് ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പരാജയപ്പെട്ടു എന്നതുകൊണ്ട് BR അംബേദ്കർ ഒരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനോ രാഷ്ട്രതജ്ഞനോ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല.